നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 2022 ഏപ്രിലിൽ നടന്ന ഒരു LPSC മലയാളം മീഡിയം ചോദ്യ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിതിൽ 40 വരെയുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ 41 മുതലുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചോദ്യ പേപ്പർ വിശകലനം എന്ന് പറയുമ്പോൾ ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിലല്ല, ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഫാക്റ്റിൻ്റെയും റിലേറ്റഡ് ഫാക്ട്സ് കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ് പോകുന്നത്. ഇതുവരെയുള്ള 40 ചോദ്യങ്ങളും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓരോ ഫാക്റ്റും അല്ലെങ്കിൽ ഓരോ ചോദ്യവും അതിൻ്റെ 4 ഓപ്ഷൻസിൻ്റെയും റിലേറ്റഡ് ഫാക്ട്സുകളും കൂടെ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ആ ഒരു ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്കുണ്ടെങ്കിൽ തീർച്ചയായും ആ പോർഷൻസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് LPSC UPSC അതേപോലെ കേട്ടിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഇതൊന്ന് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അവർക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ 41ാമത്തെ ചോദ്യം, എക്സിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എക്സിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബൊട്ടാനിക്കൽ ഗാർഡൻ ആണോ, ജീൻ ബാങ്ക് ആണോ, സുവോളജിക്കൽ ഗാർഡൻ ആണോ, നാഷണൽ പാർക്ക് ആണോ? അപ്പോൾ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ എഴുതുന്നതിനോടൊപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അത് നിങ്ങൾ ശരിയാവുന്നുണ്ടോ തെറ്റാവുന്നുണ്ടോ എന്നുള്ളത് സെൽഫ് അസസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ എക്സൈറ്റീവ് കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ്. അപ്പോൾ നമ്മൾ കൺസർവേഷൻസ് പറയുമ്പോൾ ഇൻസൈറ്റീവ് കൺസർവേഷനും പറയും, എക്സൈറ്റീവ് കൺസർവേഷനും പറയും. അവരുടെ സ്വന്തം ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ സ്വന്തം ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് അവരെ സംരക്ഷിക്കുന്ന രീതിയാണ് എന്ത്, എക്സൈറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത്. വ്യത്യസ്ത ഇനങ്ങളിലുള്ള ജീവികളെ പ്രത്യേകമായിട്ട് ജീവിക്കാനും അവർക്ക് ഇണചേരാനും അവരുടെ ഭാവി തലമുറയെ ഉണ്ടാക്കാനും ഉള്ള എല്ലാ സാഹചര്യങ്ങളും പുറത്ത് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ പറയുന്ന എക്സൈറ്റീവ് കൺസർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. ബൊട്ടാനിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്, സുവോളജിക്കൽ ഗാർഡൻ, നാഷണൽ പാർക്ക് എന്നുള്ളതാണ്. എന്താണ് ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്? ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസുകൾ അതേപോലെ തന്നെ സസ്യവർഗ്ഗങ്ങൾ ഇവയെല്ലാം സംരക്ഷിച്ച് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ സുവോളജിക്കൽ ഗാർഡൻ എന്താണ്? സുവോളജിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ സൂ എന്നൊക്കെ കൊച്ചുങ്ങളോട് പറഞ്ഞു കൊടുക്കൂലേ, അതായത് ആ പറയുന്ന ജീവികളെ സംരക്ഷിക്കുന്ന അതായത് ഇപ്പം വനത്തിലാണെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഏർപ്പെടുകയോ വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ളതോ ആയുള്ള ജീവികളെ സംരക്ഷിക്കുന്നതാണ് സുവോളജിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. തൃശ്ശൂരും തിരുവനന്തപുരത്തൊക്കെ ഉണ്ടല്ലേ സൂ. അപ്പൊ സുവോളജിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നാഷണൽ പാർക്ക് എന്ന് വെച്ചാൽ എന്താണ്? നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ ആ പറയുന്ന ജീവിയോടൊപ്പം അതിന്റെ ആവാസ വ്യവസ്ഥയെയും അവിടെയുള്ള സ്മാരകം അല്ലെങ്കിൽ ചരിത്രപരമായ ഇമ്പോർട്ടൻസ് ഉള്ള പ്രദേശത്തെയും ഒക്കെ എന്താ പറയാ ഒന്നുകൂടെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണെന്ന് പറയുന്നത് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇരവികുളമുണ്ട്, പാമ്പാടും ചോലയുണ്ട്, മതികെട്ടാൻ ചോല, ഇതൊക്കെ എന്താണ്, നാഷണൽ പാർക്കുകളാണ്. അപ്പൊ ഈ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് ഇതിനെ മാറ്റി വേറൊരിടത്ത് കൊണ്ട് വെക്കുകയാണോ? അല്ല, ആ പ്രദേശത്തെ തന്നെ അവർ പ്രൊട്ടക്ട് ചെയ്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഒരു ഇൻസൈറ്റീവ് കൺസർവേഷൻ ആണ്. ഇൻസൈറ്റീവ് കൺസർവേഷൻ ആണ്. ബാക്കിയെല്ലാം എന്താണ്? എക്സിറ്റീവ് കൺസർവേഷൻ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഒരു കേട്ടറ്റിന്റെ പരീക്ഷയിലാണെങ്കിൽ പോലും എടുത്ത് ചോദിക്കുന്ന ഒരു മേഖലയാണ് ഇൻസൈറ്റ് ആൻഡ് എക്സൈറ്റീവ് കൺസർവേഷൻ. LPSC UPSCക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? എന്താണ്? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? സെറിബെല്ലം, സെറിബ്രം, മെഡുല ഒബ്ലോങ്കേറ്റ, തലാമസ്. 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. സെറിബെല്ലം ഉണ്ട്, സെറിബ്രം ഉണ്ട്, മെഡുല ഒബ്ലോങ്കേറ്റ ഉണ്ട്, തലാമസ് ഉണ്ട്. സെറിബ്രം എന്ന് പറയുമ്പോൾ എന്താണ്?
അല്ല, ആദ്യത്തെ ഓപ്ഷൻ എന്തായിരുന്നു? സെറിബെല്ലം ആണ് അല്ലെ. സെറിബെല്ലം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ സെറിബ്രത്തിന് താഴെയായി കാണുന്നതാണ്. മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്നു. അതേപോലെ നമ്മൾ ഏത് പ്രോസസ്സാണ് സെറിബെല്ലം മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മൾ സെറിബെല്ലം എന്ന് പറയുമ്പോൾ മദ്യം ബാധിക്കുന്ന മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? സെറിബെല്ലമാണ്. നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ കൈകാലുകളുടെയും പേശികളുടെയും പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? സെറിബെല്ലം തന്നെയാണ് അല്ലെ. സെറിബ്രം ആണെങ്കിൽ അതെന്താണ്? മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും വലിയ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൂടാതെ സെറിബ്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധി, ചിന്ത, ലൈംഗികാസക്തി ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? സെറിബ്രം തന്നെയാണ്. പിന്നെ ഏതാണ് വരുന്നത്? ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെയും സപ്പോർട്ട് ചെയ്യുന്നത് സെറിബ്രമാണ്. മെഡുല്ല ഒബ്ലങ്കേറ്റ എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? നമ്മുടെ മെഡുല്ല ഒബ്ലങ്കേറ്റ എന്ന് പറയുന്നത് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ്. നമ്മുടെ തലയുടെ പുറകുവശത്തായി കാണപ്പെടുന്ന ഭാഗമാണ് മെഡുല്ല ഒബ്ലങ്കേറ്റ. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. കുട്ടികളെ നമ്മൾ അടിക്കുന്ന സമയത്ത് തലയിൽ അടിക്കാൻ പാടില്ല എന്ന് പറയും അല്ലെ. മുതിർന്നവർ പറയും കുട്ടിയുടെ തലയിൽ അടിക്കരുത്, കാരണം ഇവർക്ക് ഈ ഭാഗത്തുള്ള സ്കള്ളൊന്നും അത്ര എന്തായിരിക്കില്ല, ഫിക്സഡ് ആയിരിക്കില്ല, അതായത് നല്ല സ്ട്രോങ് ഒന്നും ആയിരിക്കില്ല. അതേപോലെ ഇപ്പൊ അത് നമ്മുടെ ഈ മെഡുല്ല ഒബ്ലങ്കേറ്റയെ ബാധിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അവിടെ നമുക്കൊരു സെക്കൻഡ് ആണെങ്കിൽ പോലും ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്കത് മരണത്തിന് വരെ കാരണമാകാം എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ഹൃദയസ്പന്ദനം നിൽക്കാം, ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റാതാവാം. ഇതെല്ലാം മെഡുല്ല ഒബ്ലങ്കേറ്റയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തലയുടെ പുറകു ഭാഗത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കഴിഞ്ഞ വെക്കേഷൻ സമയത്തോ മറ്റാണ് ഇതേപോലെ ഒരു സംഭവം നമ്മൾ ന്യൂസിൽ കണ്ടിരുന്നത്. ഒരു കുട്ടിയുടെ തലയുടെ പുറകു ഭാഗത്ത് ബാറ്റ് വന്നടിച്ചിട്ട് ആ കുട്ടി മരണമടഞ്ഞു എന്നുള്ളത്. അതായത് എവിടെന്നോ കളിച്ചിരുന്ന ഒരാളുടെ കയ്യിൽ നിന്നും തെറിച്ച ബാറ്റാണ് വന്നടിക്കുന്നത്. അപ്പോൾ നമുക്ക് വരെ അത് വളരെയധികം ചിന്തിപ്പിച്ചൊരു സമയമാണ് അല്ലെ. അപ്പോൾ ഈ പറയുന്ന മെഡുല്ല ഒബ്ലങ്കേറ്റ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഭാഗമാണ് മെഡുല്ല ഒബ്ലങ്കേറ്റ എന്ന് പറയുന്നത്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എല്ലാം നിയന്ത്രിക്കുന്നത് ആര് തന്നെയാണ്? മെഡുല്ല ഒബ്ലങ്കേറ്റ തന്നെയാണ്. തലാമസ് എന്ന് പറയുമ്പോൾ എന്താണ് തലാമസ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിലോ കാലിലോ മറ്റോ ഉറുമ്പ് കടിക്കുന്നതോ അങ്ങനെയുള്ള എന്തെങ്കിലും വേദനകൾ നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല അല്ലെ. നമുക്ക് നല്ലപോലെ തലവേദന എടുത്തു, നമ്മൾ എന്ത് ചെയ്യും? ഒരു മരുന്നെടുത്ത് കഴിയും അല്ലെ. ഒരു പെയിൻ കില്ലർ എന്തെങ്കിലും എടുത്ത് കഴിക്കാത്തവർ വളരെ ചുരുക്കമാണ് അല്ലെ. നല്ലപോലെ പെയിനുള്ള സമയത്ത് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും? ഒരു പെയിൻ കില്ലർ കഴിക്കും. അത് അത്ര ഹെൽത്തിന് നല്ലതല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? ചിലവർ അത്രയും സഹിക്കാൻ പറ്റാതാവുമ്പോൾ മൈഗ്രെയിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്നൊരു പെയിൻ കില്ലർ കഴിക്കും. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ആ വേദനയ്ക്കൊരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ ഈ പെയിൻ കില്ലറുകൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? തലാമസ് ആണ്. ഉറക്ക സമയങ്ങളിൽ അല്ലെങ്കിൽ നിദ്രാവേളകളിൽ നമ്മളുടെ ബ്രെയിനിലോട്ട് അല്ലെങ്കിൽ സെറിബ്രത്തിലോട്ട് ഈ പറയുന്ന ആവേഗങ്ങളെ കടത്തിവിടാതെ തടഞ്ഞു നിർത്തുന്നതും ആരാണ്? തലാമസ് തന്നെയാണ്. നമ്മുടെ റിഫ്ലക്സ് അല്ലെങ്കിൽ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത്, ബ്രെയിനിന്റെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? നമ്മുടെ തലാമസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് എന്നുള്ളത് ഏതാണ്? മെഡുല്ല ഒബ്ലങ്കേറ്റയാണ്. ഓക്കെ ആണല്ലോ. ശരി, അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രത്യേകതയുള്ള സസ്യകല ഏതാണ്? സസ്യകലകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അറിയാം? പാരൻകൈമ അറിയാം, ക്ലോറൻകൈമ അറിയാം, സ്ക്ലീറൻകൈമ അറിയാം. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഈ സവിശേഷതകൾ ഏത് സസ്യകലയുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോശഭിത്തിയുടെ മൂലകളിൽ എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ. മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ കാണുന്നു. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. 8ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠഭാഗം ഉണ്ട് കേട്ടോ, 2ാമത്തെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അതിനകത്തു നിന്നുള്ള ചോദ്യമാണ്. സസ്യഭാഗങ്ങൾക്ക് വഴക്കും താങ്ങും നൽകുന്നു. ഒരു ചെറിയൊരു ടേബിളാണ്, ആ ടേബിൾ അങ്ങനെ എടുത്ത് ചോദിച്ചിരിക്കുകയാണ്. സജീവ സസ്യകല. ഇത്രയും ഭാഗങ്ങൾ ഏതിൻ്റെയാണ് വരുന്നത്? കോളൻകൈമയുടേതാണ്. ഏതിൻ്റെയാണ്? കോളൻകൈമയുടേതാണ്. പാരൻകൈമ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പറയാൻ സാധിക്കുക? എന്തൊക്കെയാ പറയാൻ സാധിക്കുക? മൃദുകോശങ്ങളാണ്, മൃദുവായിട്ടുള്ള കോശങ്ങളാണ്. പിന്നെയോ
പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു, പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ചെയ്യുന്നത്? പ്രകാശ സംശ്ലേഷണം മൃദുവാണ്, ലഘുകോശ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ സ്ക്ലീറൻ കൈമ, കോളൻ കൈമ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇത് തന്നിട്ടുള്ള 3 പോയിന്റുകളും അല്ലേ, അങ്ങനെ തന്നെ അറിഞ്ഞു വെച്ചാൽ മതിയെ. സ്ക്ലീറൻ കൈമ എന്ന് പറയുമ്പോൾ വഴക്കും താങ്ങും നൽകുന്നു. അതായത് നമ്മളുടെ എല്ലാ പാർട്ടിനും സ്ട്രോങ് ആയിട്ട് നിലനിർത്തുന്ന ആരാണ്? സ്ക്ലീറൻ കൈമയാണ്. ഇതുപോലെ കോശത്തിന്റെ മൂലകളിൽ മാത്രമാണോ? അല്ല, കോശത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളിലും എല്ലാ ഭാഗത്തും കോശത്തിന്റെ എല്ലാ ഭാഗത്തും നിൽക്കുന്നത് ഏതാണ്? ഈ പറയുന്ന സ്ക്ലീറൻ കൈമയാണ്. അപ്പൊ നമുക്കുള്ള തന്നിട്ടുള്ള സവിശേഷതകൾ ഏതിന്റെയാണ്? കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കോളൻ കൈമയാണ്, മറക്കരുത് കേട്ടോ. മൂലകളിൽ മാത്രം എന്ന് കണ്ടു കഴിഞ്ഞാൽ കോളൻ കൈമയാണ്. വഴക്കും താങ്ങും നൽകുന്നു, കോളൻ കൈമ. പാരൻ കൈമയാണെങ്കിൽ പ്രകാശ സംശ്ലേഷണം പറയാം, മൃദുവായിട്ടുള്ള കോശങ്ങളാണെന്ന് പറയാം. സ്ക്ലീറൻ കൈമയാണെങ്കിൽ വഴക്കും താങ്ങും അല്ലെങ്കിൽ ബലവും നൽകുന്നു, എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ കട്ടി കൂടിയതായിട്ട് കാണപ്പെടുന്നതും ഏത് തന്നെയാണ്? സ്ക്ലീറൻ കൈമ തന്നെയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒമിക്രോൺ വകഭേദം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒമിക്രോൺ, അത് നമ്മുടെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. 1.529 എന്നുള്ളതാണ് കേട്ടോ. 1.159 എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരാം. അടുത്ത 45ാമത്തെ ചോദ്യം, സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചത് ആരാണ്? സൈലന്റ് സ്പ്രിംഗ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ, നമ്മൾ ഒരുപാട് DDTയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളൊരു ചോദ്യമാണ് എന്തെന്ന് പറയുന്നത്? സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ്? DDT. ഈ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എപ്പോഴാണ് പുറത്തിറങ്ങിയതെന്ന് അറിയാവോ? 1962 പുറത്തിറങ്ങിയതാണ് സൈലന്റ് സ്പ്രിംഗ് എന്നുള്ള കൃതി. ഇത് എഴുതിയത് ആരാണ്? റേച്ചൽ കേഴ്സൺ ആണ്. അമേരിക്കൻ നാടുകളിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം എന്ന് ചോദിച്ചാലും റേച്ചൽ കേഴ്സന്റെ സൈലന്റ് സ്പ്രിംഗ് എന്നാണ്. നിശബ്ദ വസന്തം എന്നും പേര് കാണാറുണ്ട് കേട്ടോ. ഇത് PYQ ആണ്. അതിൽ എന്തുകൂടെ തന്നിട്ടുണ്ട്? സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം എന്നും പേരുകൾ കാണാറുണ്ട്. അപ്പൊ ഈ നിശബ്ദ വസന്തം കാണുമ്പോൾ ഞാൻ സൈലന്റ് സ്പ്രിംഗ് പഠിച്ചിട്ടുണ്ട്, നിശബ്ദ വസന്തം പഠിച്ചിട്ടില്ല എന്നൊന്നും ഓർക്കണ്ട. നിശബ്ദ വസന്തം എന്ന് പേര് തന്നാലും സൈലന്റ് സ്പ്രിംഗ് എന്ന് തന്നാലും റേച്ചൽ കേഴ്സന്റെ ബുക്കാണ്. DDT നിരോധിക്കാൻ കാരണമായിട്ടുള്ളതും ഏത് തന്നെയാണ്? ഈ പറയുന്ന 1962 പബ്ലിഷ് ചെയ്തിട്ടുള്ള സൈലന്റ് സ്പ്രിംഗ് എന്നിട്ടുള്ള റേച്ചൽ കേഴ്സന്റെ ബുക്കാണ്. 2006 ഇത് ബെസ്റ്റ്, അതായത് സയൻസുമായി ബന്ധപ്പെട്ട് 25 ശാസ്ത്ര പുസ്തകങ്ങളെ എടുക്കുമ്പോൾ അതിൽ ഒന്നായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ബുക്കാണ് ഏതെന്ന് പറയുന്നത്? ഈ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത് കേട്ടോ. 2006 ഡിസ്കവറി മാസികയിൽ വന്നിട്ടുള്ള ആ ഒരു 25 ശാസ്ത്ര പുസ്തകങ്ങളുടെ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ള ഒരു പുസ്തകമാണ് എന്ത്? സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. DDTയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ DDTയുടെ അനന്തരഫലവും ആരോഗ്യപരമായിട്ടും നമ്മുടെ പ്രകൃതിയുമായിട്ടും പാരിസ്ഥിതികമായിട്ടും ഉണ്ടാക്കുന്ന ദോഷങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഒരു ബുക്കാണ്, അല്ലെങ്കിൽ അത് പ്രതിപാദ്യ വിഷയമായിട്ടുള്ള ഒരു പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. എഴുതിയത് ആരാണ്? റേച്ചൽ കേഴ്സൺ ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം കേട്ടോ, ഇനി മാത്സ് ആണ്. അപ്പോൾ നമ്മൾ സയൻസും കംപ്ലീറ്റ് ചെയ്തു, സോഷ്യൽ സയൻസിന്റെ പാർട്ടും കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത പാർട്ട് ഏതാണ്? നിങ്ങൾക്ക് മാത്സിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത്? ഓക്കെ ആണല്ലോ. ഒരു സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കുക, അതെന്താണ്? X ആണ്. ഈ X എന്നുള്ള സംഖ്യയുടെ 5 മടങ്ങ്, അപ്പൊ എത്രയായി? 5x ആയി. X എന്നുള്ളൊരു സംഖ്യ, അതിന്റെ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ 5x. ഈ 5x എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? Xനേക്കാൾ 4 കൂടുതലായ, അതായത് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് ഇൻറ്റു 3, 3 മടങ്ങിന് തുല്യമാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 5x = ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 3x + 12. ഈ 3x അങ്ങനെ എടുത്തുകൂടെ നമുക്ക്? 5x - 3x
ക്ലിയർ ആണല്ലോ അല്ലേ, കാണുന്നുണ്ടല്ലോ. 5x - 3s = 12 എന്ന് വന്നു. അപ്പോൾ 2x 5x നും 3x പോയാൽ എത്ര? 5 മാങ്ങയുണ്ട്, അതിന് 3 മാങ്ങ ഒരാൾക്ക് കൊടുത്തു എന്ന് പറയുന്ന പോലെയാണ് അല്ലേ 5x - 3x എന്ന് പറയുന്നത്. 5 ന് 3 പോയാൽ 2x ആണ്. അപ്പോൾ എത്ര കിട്ടും? 12 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x = ഏതോ ഒരു സംഖ്യയുടെ ഇരട്ടി 12 ആണെങ്കിൽ സംഖ്യ ഏത്? അതല്ലേ 2x = 12. അപ്പോൾ x എത്രയാണ്? 12/2. 12/2 ആണ്, which is equal to 6 ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. 6 ഏതാണ്? ഓപ്ഷൻ എ 6 ആണ്. കിട്ടിയോ? ഒരു സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 5x എഴുതിയില്ലേ. ഈ 5x എന്ന് പറയുന്നത് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 4 കൂടുതലായ എന്ന് പറഞ്ഞപ്പോൾ x+4 ഇട്ടു. 3 മടങ്ങിന് × 3. ഓക്കെ ആണല്ലോ. ഇങ്ങനെ വെച്ചു നമ്മൾ സോൾവ് ചെയ്തു. നമുക്ക് ഉത്തരം എന്ത് കിട്ടി? x = 6 എന്ന് കിട്ടിട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി, തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്തു തരാവേ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കിയാലോ. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LP-UP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LP-UP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. ചുവപ്പും നീലയും കലർത്തിയ പെയിന്റിൻ കൂട്ടിൽ അവയുടെ അംശബന്ധം 4:3 ആണ്. എന്താണ്? റെഡ് ബ്ലൂ ആണെങ്കിൽ എന്താണ്? 4:3 ആണ്. ഇത് 4:1 ആകണമെങ്കിൽ ചുവപ്പ് പെയിന്റ് എത്ര അളവ് ചേർക്കണം? എത്ര അളവ് കൂടെ അതിനകത്ത് ചേർത്തിയാൽ അത് 4:1 എന്ന രീതിയിലോട്ട് വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന 1 എന്ന് എത്തിക്കണമെങ്കിൽ, ഇവിടെ 1 എന്ന് എത്തിക്കണമെങ്കിൽ ഏതുകൊണ്ട് ഗുണിക്കണം? 3 അല്ലേ? ഇവിടെ ഏതാണ്? ഇതിന് മാറ്റമില്ലാത്ത ഭാഗം ഏതാ? നമ്മുടെ ബ്ലൂവിന്റെ സെക്ഷൻ ആണല്ലേ. ബ്ലൂവിന് മാറ്റമില്ല, ചുവപ്പ് മാത്രമാണ് അവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 1 3 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 3 വെച്ച് ഗുണിക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? രണ്ടിനെയും നമുക്കൊന്ന് 3 വെച്ച് ഗുണിച്ച് നോക്കാം അല്ലെ. ഈ പറയുന്ന രണ്ടിനെയും 3 വെച്ച് ഗുണിക്കുമ്പോൾ എത്ര വരിക? 12:2 എന്നാണ് വരിക നമുക്ക്. അതായത് ഇപ്പൊ ഈ 4നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? 3 വെച്ച് ഗുണിച്ചാൽ 12:3 സാർ എത്രയാ നമുക്ക് വരിക? അല്ല, ഇതിന് മാറ്റമൊന്നും വരുന്നില്ലല്ലോ, സോറി. ഇതിന് നമ്മളുടെ ഈ 3 എന്നുള്ളതിന് മാറ്റമൊന്നും വരുന്നില്ല. 3 ഇരട്ടിയാണ് നമ്മൾ ചേർത്തുന്നതെങ്കിൽ 12:3 എന്ന രീതിയിലാവും. ഇതിനെ ഷോർട്ട് ആക്കുമ്പോൾ എത്രയാ വരിക? 4:1 എന്ന ഫോമിലാവും. നമുക്ക് ആ ഫോം വന്നില്ലേ? ഇതല്ലേ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് ചോദിച്ചിരിക്കുന്നത് 4:1 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 4നെ 3 ഇരട്ടിയാക്കിയാൽ ഈ ഒരു പ്രൊപ്പോർഷനിലോട്ട് എത്തും. അപ്പൊ 4നെ 3 ഇരട്ടിയാക്കണം, അതായത് നമ്മുടെ ഇപ്പോൾ ഉള്ളതിനെ 3 ഇരട്ടിയാക്കണമെങ്കിൽ എത്ര മടങ്ങ് ചേർക്കണം? 2 മടങ്ങ് ചേർക്കണം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 2 മാങ്ങയുണ്ട്, അതിന്റെ 3 ഇരട്ടി ആക്കാൻ എത്ര എണ്ണം കൂടെ നിങ്ങളെ തരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 × 2 6 മാങ്ങയാക്കണമെങ്കിൽ 6 - ഇപ്പൊ കയ്യിലുള്ള 2 ചെയ്താൽ പോരെ? അപ്പൊ നിങ്ങൾക്ക് 4 കിട്ടില്ലേ? അതേ ഫോർമാറ്റ് തന്നെയാണ്. അപ്പൊ 47ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? സി, 2 മടങ്ങ്. ഓൾറെഡി നമ്മുടെ കയ്യിൽ 4 എണ്ണം ഉണ്ട്. അതിനെ 4:1 എന്ന റേഷ്യോയിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ 2 മടങ്ങ് കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ. അടുത്തതിലോട്ട് കിടക്കാട്ടോ. അപ്പം നമ്മൾ എല്ലാ ചോദ്യവും ഇക്വേഷൻ എഴുതി ചെയ്യണമെന്ന് ഒരു കാരണവശാലും നിങ്ങൾ നിർബന്ധം പിടിക്കേണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് എങ്ങനെയാണോ ഉത്തരത്തിലോട്ട് എത്താൻ സാധിക്കുക അങ്ങനെ ഉത്തരത്തിലോട്ട് എത്തുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ശരി, അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ മാത്സ് ചോദ്യം തന്നെയാണ്.
പക്ഷെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ, വളരെ ഈസിയാണ്. ചോദ്യം കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പേടിച്ചിട്ട് അയ്യോ ഇത്തരത്തിൽ മാത്സിൽ കൂടെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യം കാണാൻ വയ്യ എന്നുള്ള രീതിയിൽ നമ്മൾ മാറല്ല വേണ്ടത്. എന്ത് ചെയ്യാം, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം, കിട്ടും. കിട്ടാത്ത ബുദ്ധിമുട്ടൊന്നും നമുക്ക് അവിടെ വരുന്നില്ല. ഓക്കെ അല്ലേ? 24 എന്ന സംഖ്യയുടെ പോസിറ്റീവായ ഘടകങ്ങളുടെ എണ്ണം എത്ര? പോസിറ്റീവായ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ് ആദ്യം വരുന്നത്. PQRS എന്നാണ് കേട്ടോ ഓപ്ഷൻ, അപ്പോൾ അതൊന്നും തെറ്റിക്കരുത്. അടുത്തത് 24 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റിയ സംഖ്യ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? അടുത്തത് 12 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റിയ സംഖ്യ ഏത്? 1 മുതൽ 25 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്ര? 1 മുതൽ 25 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്ര? അപ്പൊ ഈ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ പേടിക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം ഇതാണ്. ഇതിൽ ഞാൻ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ എപ്പോൾ വരുമ്പോഴും ഞാൻ ഉത്തരം പറഞ്ഞു തരുമ്പോൾ നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബബിൾ ആയിട്ട് അല്ലെങ്കിൽ കോമൺ സെൻസ് ഉപയോഗിച്ച് ഉത്തരം എഴുതാൻ പറ്റുന്ന ആദ്യത്തെ ഓപ്ഷൻസുകൾ കളയുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം എന്ത്, 24 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 8 അല്ല 9 അല്ല എന്നുള്ളത്. അപ്പോൾ 2 PO SO വരുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് 2 ഓപ്ഷൻസും അല്ല എന്ന് ആദ്യം തന്നെ മാർക്ക് ചെയ്തിട്ടോളൂ. ഓക്കെ, 24 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റിയ സംഖ്യ 8 9 അല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. ബാക്കി 2 സംഖ്യ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടി വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ്, പിയും എസും വരുന്ന 2 എണ്ണം ആദ്യം തന്നെ അല്ല. എലിമിനേഷൻ മെത്തേഡ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലേ, അത് 2 അല്ലെന്ന് മനസ്സിലായി. ദെൻ അടുത്ത് വരുന്ന ചോദ്യം, അടുത്ത് വരുന്ന ഏതാണ്? 1 മുതൽ 25 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 8 ആയിരിക്കും, അല്ലെങ്കിൽ 9 ആവാനേ സാധ്യതയുള്ളൂ. അതിൻ്റെ ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് പറഞ്ഞുതരാം, ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ 4ാമത്തെ ഓപ്ഷൻ ഒന്നുകിൽ P ആയിരിക്കും അല്ലെങ്കിൽ S ആയിരിക്കും, അത് 2 തന്നെയാണ്. പിന്നെ വരുന്നത് ഇനി 11 കൊണ്ട് പിന്നെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഡിവിസിബിലിറ്റി റൂളാണ്. 3 വെച്ച് ഹരിക്കാവുന്നത്, 9 വെച്ച് ഹരിക്കാവുന്നത്, അങ്ങനെയൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഡിവിസിബിലിറ്റി റൂള് ഞാൻ പറഞ്ഞു തരാം. ഡിവിസിബിലിറ്റി റൂള് മറന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, ആ 24 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ആണോ എന്ന് ഡയറക്റ്റ്ലി ഡിവൈഡ് ചെയ്ത് നോക്കിക്കോളൂ. ഡിവിസിബിലിറ്റി റൂളും ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴിയും പറഞ്ഞു തരാം കേട്ടോ. 1 മുതൽ 25 വരെയുള്ള അഭാജ്യ സംഖ്യകൾ, അഭാജ്യ സംഖ്യകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. ഇപ്പോൾ 1 to 10 ഉള്ളിൽ, 1 to 10 ഉള്ളിൽ ഏതൊക്കെയാണ് ഈ സംഖ്യകൾ എന്ന് പറയുന്നത്? ഏതൊക്കെയാണ് 1 to 10 ഉള്ളിൽ വരുന്ന സംഖ്യകൾ എന്ന് പറയുന്നത്? 2 3 5 7 ആണ് എന്ത്, അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അടുത്തത് 10 കഴിഞ്ഞാൽ 11നും 20നും ഇടയിൽ ഏതൊക്കെയാണ് വരുന്നത്? 11 വരും, പിന്നെ 13 വരും, 14 ഇല്ല, 15 ഇല്ല, 16 ഇല്ല, 17 വരും, പിന്നെ അത് വരുന്നത് 19 വരും. ദെൻ 25 വരെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു LSSന്റെ പരീക്ഷയ്ക്ക് അടക്കം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. 21നും 25നും ഇടയ്ക്ക് ഏതാണ്? 23 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏത് വരും, എത്ര എണ്ണം വരും? ഇതിലൊരു 4 എണ്ണം, 10നും 20നും ഇടയിൽ ഒരു 4 എണ്ണം, ഇവിടെ ഒരു എണ്ണം അല്ലേ. അപ്പോൾ ടോട്ടൽ നമുക്ക് 9 എണ്ണമാണ് വരുന്നത്. അപ്പോൾ 1 മുതൽ 25 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 9 ആണ്. അപ്പോൾ 4 എന്നുള്ളതിൽ S ഉത്തരം വരുന്നത് ഏതാണ്? ഇത് തന്നെയാണ് നമ്മുടെ ഉത്തരം വരിക. ഇനി ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ആ സമയത്ത് എഴുതി നോക്കാൻ, ഇപ്പം 1 to 25 അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കൂടിയ സംഖ്യകളൊക്കെ വരും അല്ലേ. അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് പറഞ്ഞുതരാം. ഇനി 11 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റിയ സംഖ്യ എന്നുള്ളതാണ്. 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ ഉണ്ട് അല്ലെ. 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ ഉണ്ട്. എന്താണ്? ഇപ്പൊ നമ്മൾ ഈ അക്ഷരങ്ങൾ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. 9 8 8 5 9 2 അല്ലെ. ഈ ഒരു അക്കം നേരിട്ട് ഞാൻ എഴുതി. ഈ ഒരു അക്കത്തിന്റെ ഓഡും ഈവനും പ്ലേസ് ആണ് മാർക്ക് ചെയ്യുന്നത്. ഇത് ഓഡ് പ്ലേസ് ആണ്, ഇത് ഈവൻ പ്ലേസ് ആണ്. അതായത് 1 3 അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ളത്. ഇത് ഓഡ് പ്ലേസ് ആണ്, ഇത് ഈവൻ പ്ലേസ് ആണ്, ഓഡ് പ്ലേസ് ആണ്, ഈവൻ പ്ലേസ് ആണ്. ഈ ഓഡ് പ്ലേസിൽ, അതായത് ഒറ്റ അക്കം വരുന്ന സ്ഥാനത്തുള്ള സംഖ്യകളെ തമ്മിൽ കൂട്ടുക. ഓഡ് പ്ലേസിന്റെ സം എത്ര വരുന്നുണ്ട്? 9ഉം 8ഉം 17, 17ഉം 9ഉം എത്ര വരും? 26 വരുന്നുണ്ട്.
ദെൻ നിങ്ങൾക്ക് പിന്നെ വരുന്നത് എന്താണ്? ഈവൻ പ്ലേസിന്റെ സം ആണ്. ഈവൻ പ്ലേസിന്റെ സം എന്ന് പറയുമ്പോൾ 8ഉം 5ഉം 13ഉം 2ഉം കൂടെ 15 അല്ലേ? ഇവ തമ്മിലുള്ള ഡിഫറൻസ് കാണുക. ഓക്കെ, ഞാനിവിടെ ഒന്നുകൂടെ കാണിക്കുന്നത്. ഇത് 3ഉം കൂടെ ആഡ് ചെയ്യുക, ഇത് 3ഉം കൂടെ ആഡ് ചെയ്യാം, എന്നിട്ട് ഇതിന്റെ ഡിഫറൻസ് കടക്കുക. ഡിഫറൻസ് എത്ര വരും? 11 വരുന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 11 ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഉത്തരത്തിൽ എത്താനായിട്ട് ഒരേ മാർഗം തന്നെ വേണമെന്നില്ല. ഞാനിപ്പോൾ ഒരു 3 ടൈപ്പ് നിങ്ങൾക്ക് ഉത്തരത്തിലോട്ട് എത്താൻ പറഞ്ഞു തന്നു. ആ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ തരുമ്പോൾ ലോജിക്കലി ഒന്ന് തിങ്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവിടെ വരുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം കേട്ടോ. അടുത്ത ചോദ്യം, ഒരു ടി വി കമ്പനി ഒരു പ്രത്യേക ഇനം ടി വിയുടെ വില വർഷം തോറും 5% വീതം കുറയ്ക്കുന്നുണ്ട്. ഇപ്പോഴത്തെ വില എത്രയാണ്? 8000 രൂപയാണെങ്കിൽ, ഇപ്പോഴുള്ള വില 8000 രൂപയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ടി വിയുടെ വില എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോഴുള്ള വില എത്രയാണ്? ഇപ്പൊ നൗ, ഞാൻ ഇവിടെ നൗ ഒന്ന് എഴുതാവേ. നൗ എത്രയാണ്? 8000 ആണ് അല്ലെ? 8000 രൂപയാണ് ഇപ്പോൾ ഉള്ള വില. അപ്പോൾ നെക്സ്റ്റ് ഇയർ ആണെങ്കിൽ ഇതിന്റെ 5% കുറയില്ലേ? 8000ത്തിന്റെ 5% എത്രയാണ്? ഇൻറ്റു 5/100 ചെയ്യുന്നു. എത്ര വരും? നിങ്ങൾക്ക് 400 വരും. ഓക്കെ, അപ്പൊ അടുത്ത വർഷം ഈ വസ്തു അല്ലെങ്കിൽ ഈ ടി വി വിൽക്കുമ്പോൾ സെല്ലിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 8,000 400 പോയി 7,600 ആണ് വരിക. ഈ 7,600 നിന്നും പിന്നെയും എന്ത് കുറയും? 5% കുറയും. ഇൻറ്റു 5/100 എന്ന് വരും. അപ്പൊ എത്ര വരും? 76 ഇൻറ്റു 5 എന്ന് വരില്ലേ? 7220 എന്ന് വരും. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. 7220 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വരില്ല. 2 പ്രാവശ്യം മൈനസ് ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ. ഇക്വേഷൻസ് ഒക്കെ ഓർത്തിട്ട് ബുദ്ധിമുട്ടാവും എന്നുള്ളവർക്കാണ് കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള ഐഡിയകളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. 1-2 തവണ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ നിങ്ങൾക്ക് അവിടെ വരുന്നുള്ളൂ. അതും ഈസിലി എന്താണ് മൾട്ടിപ്ലിക്കേഷൻ അറിയുന്ന ഒരാൾക്കാണെങ്കിൽ അവിടെ പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു മിനിറ്റ് കൊണ്ടൊക്കെ ചോദ്യം സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം, അടുത്ത സംഖ്യ ഏതായിരിക്കും? ഇതൊരു നമ്മൾ ലോജിക്കൽ സീരീസ് തരുന്നതാണ്, ശ്രേണികൾ എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. 2, 5, 9, 19, 37 ഇതാണ് നമ്മുടെ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇത് തമ്മിൽ ഒരു കണക്ഷൻ വരുന്നത് ഇപ്പൊ 2, 5, 9 എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ 5ന്റെ കൂടെ ഈ സംഖ്യയുടെ ഇരട്ടിയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? 5ന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു? അതിന് തൊട്ട് മുൻപുള്ള സംഖ്യയുടെ മൾട്ടിപ്പിൾ. ഓക്കെ, ഇരട്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോഴല്ലേ നമുക്ക് 9 കിട്ടിയത്. അതേപോലെ ഇവിടെ നോക്കാം, ഈ 9ഉം 5ഉം 9ന്റെ കൂടെ 5ന്റെ ഇരട്ടി ആഡ് ചെയ്തു. 9ന്റെ കൂടെ 5ന്റെ ഇരട്ടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് അടുത്ത ടേം കിട്ടി അല്ലേ? ഇതേപോലെ തന്നെയാണ് ഇവിടെയും. 19ന്റെ കൂടെ 9ന്റെ ഇരട്ടി ആഡ് ചെയ്തു. 19 അടുത്ത ടേമിന്റെ കൂടെ എന്ത് ആഡ് ചെയ്തു? അതിന്റെ ഇരട്ടി ആഡ് ചെയ്തു. അപ്പൊ 19ഉം 18ഉം ആണ് വരുന്നത് അല്ലെ? 19ഉം 18ഉം 37 എന്ന് വന്നു. കിട്ടിയില്ലേ? ഇനി ഡൗട്ടുള്ളവർക്ക് വേണ്ടിയിട്ടോ ഞാൻ ഈ സൈഡ് കൂടെ ചെയ്യുന്നത്. ഇനി 37ന്റെ കൂടെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സംഖ്യ കിട്ടാൻ 37ന്റെ കൂടെ ഇതിന്റെ ഇരട്ടി ആഡ് ചെയ്യണം. 37ന്റെ കൂടെ ഈ പറയുന്ന 19ന്റെ ഇരട്ടി ആഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 37 + 38. ഒന്നുകൂടെ ഇതാവേ, കാണുന്നില്ലാത്തവർക്ക് വേണ്ടിയിട്ട്. ഈക്വൽ ടു 37 + 38 എന്ന് കിട്ടും. എത്ര വരും നമുക്കത്? 37 + 38 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 7
75 എന്ന് വരും. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 75 ആണ്. ഓക്കെ ആണല്ലോ, 75 എന്നാണ് ഉത്തരം വരിക. ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഈ പറയുന്ന തൊട്ട് മുമ്പിലെ ടേമിന്റെ ഇരട്ടിയെ സെക്കൻഡ് ടേമിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഓരോ ടേംസും ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് വളരെ നല്ലൊരു ചോദ്യം തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് ഉത്തരത്തിലോട്ട് എത്തുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ, ഈ സ്റ്റെപ്പുകൾ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനൊന്ന് വായിച്ചോട്ടെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാട്ടോ നമുക്ക്. അടുത്ത ചോദ്യം 51ാമത്തെ ചോദ്യം. 51ാമത്തെ ചോദ്യം ഇതാണ്: 1.44ന്റെ വർഗ്ഗമൂലം ഏതാണ്? 1.44ന്റെ വർഗ്ഗമൂലം ഏതാണ് എന്നുള്ളതാണ്. 1.44 എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് 15 വരെയുള്ള സംഖ്യകളുടെ എങ്കിലും വർഗ്ഗം നിർബന്ധമായും പഠിക്കുക. 1ന്റെ വർഗ്ഗം 1 ആണ്, 2ന്റെ ആണെങ്കിൽ 4 ആണ്, 3ന്റെ ആണെങ്കിൽ 9 ആണ്, 4ന്റെ ആണെങ്കിൽ 16 ആണ്, 5ന്റെ ആണെങ്കിൽ 25 ആണ്. അങ്ങനെ ഈ 15 വരെയുള്ളതിന്റെ എങ്കിലും നിർബന്ധമായി ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 144 എന്നുള്ള പോയിന്റ് ഇപ്പൊ കണക്കാക്കണ്ട. 144 എന്നുള്ളത് ഏതിന്റെ വർഗ്ഗമൂലമാണ്? വർഗ്ഗമാണ് 12ന്റേതാണ്. ഏതിൻ്റെതാണ്? 12ന്റേതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 12ന്റെ വർഗ്ഗമാണ് ഏതെന്ന് പറഞ്ഞത്? ഈ 144 എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? 12ന്റേതാണ്. ചോദ്യം കാണുന്നുണ്ടല്ലോ അല്ലെ, 12ന്റേതാണ്. ഈ 12ന്റെ അല്ലെങ്കിൽ ഈ 144 12ന്റെ വർഗ്ഗമാണെങ്കിൽ ഈ പറയുന്ന പോയിന്റിന് ശേഷം എത്ര സംഖ്യകൾ ഉണ്ടെന്ന് നോക്കുക. ഡെസിമൽ ദശാംശ ഇതിന് ശേഷം എത്ര സംഖ്യകളുണ്ട്? 2 എണ്ണാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, വർഗ്ഗം കാണുമ്പോൾ അതിന്റെ പകുതിയായിട്ട് ചുരുങ്ങും. അപ്പോൾ 1.2, ഒരു നമ്പർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡെസിമൽ ഇടാം. അപ്പൊ 1.2 എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. 1.44ന്റെ വർഗ്ഗമൂലം എത്രയാണെന്ന് ചോദിച്ചാൽ 1.2 എന്നുള്ളതാണ്. ഇതിപ്പോ വേറൊരു രീതിയിൽ ചോദിക്കാം. 0.0144 എന്നാണെങ്കിൽ ടോട്ടൽ ഇവിടെ 4 എണ്ണം വരുന്നുണ്ട് അല്ലെ. പോയിന്റിന് ശേഷം 4 സംഖ്യകൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എത്ര വരും? 0.12 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ 0.12 വരണമെങ്കിൽ അത് എന്താണ്? റൂട്ട് ഓഫ് 0.0144 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 0.12 ആണെന്ന് പറയാം. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരണ്ട, ഞാൻ മുകളിൽ എഴുതരാം. 1.44ന്റെ ആണെങ്കിൽ അതിന്റെ വർഗ്ഗമൂലം എത്രയാണ്? 1.2 ആണ്. 0.012 എന്ന് വരണമെങ്കിലോ ഇവിടെ തന്നെ ഉണ്ട് 3 എണ്ണാണല്ലേ, അതായത് 6 എണ്ണം വരണം. റൂട്ട് ഓഫ് 0.0000144 ആണെങ്കിൽ അതെന്താണ്? 0.012 വരാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ആണെങ്കിൽ എത്ര എണ്ണം വരും? ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ശരി, 52ാമത്തെ ചോദ്യം നോക്കാം. 52. 125 മീറ്റർ നീളമുള്ള തീവണ്ടി 90 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി 275 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. 125 മീറ്റർ നീളമുള്ള തീവണ്ടി 275 മീറ്റർ ആണ് പാലം കടക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇപ്പൊ പാലത്തിന് പകരം പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 125 മാത്രം ദൂരമായിട്ട് എടുത്താൽ മതി. പക്ഷേ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? 125 മീറ്റർ നീളമുള്ള തീവണ്ടി, 275 മീറ്റർ നീളമുള്ള പാലം. അപ്പൊ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ നമ്മൾ ടോട്ടൽ എത്ര എടുക്കണം? 125 പ്ലസ് 275 എത്ര വരും? 400 എന്ന് വരും അല്ലെ. ഡിസ്റ്റൻസ് 400. പിന്നെ തന്നിരിക്കുന്ന എന്താണ്? വേഗതയാണ്. നമുക്ക് തന്നിരിക്കുന്ന നീളം മീറ്ററിലാണ്, ഓപ്ഷനിൽ തന്നിരിക്കുന്ന സമയം സെക്കൻഡിലാണ്. അപ്പൊ വേഗത 90 എന്ന് എഴുതാൻ സാധിക്കുമോ? 90 km/h കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അപ്പൊ 90 × 5/18 90 × 5/18 ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുക അല്ലെ. അപ്പൊ കൺവേർട്ട് ചെയ്തു, നമുക്ക് ഉത്തരം എത്ര കിട്ടി? 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. നമ്മൾക്കറിയാം സമയം ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണെന്നുള്ളത്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണെന്നുള്ളത്. ഡിസ്റ്റൻസ് എത്രയാണ്? 400 ആണ്. ബൈ സ്പീഡ് എത്രയാണ്? 25 ആണ്. ഉത്തരം എത്ര വരും? 16 എന്ന് വരും അല്ലെ. 16 സെക്കൻഡ് എന്ന് വരും.
ഓക്കെ ആണല്ലോ? എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതി വെച്ചോളാം, തെറ്റിക്കരുത്. ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഈ ഒരു കൺവേർഷൻ മാത്രമാണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ ആണല്ലോ? നമ്മൾ എന്ത് ചെയ്യുന്നു? പാലമായതുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്തു? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് എഴുതി. സമയത്തിനെ നമ്മൾ വേഗതയെ എന്ത് ചെയ്തു? മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഉത്തരം കിട്ടി 16 സെക്കൻഡ് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. സമയം 8:15 ആകുമ്പോൾ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? ക്ലോക്കിൽ തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വേഗം ഒരു ക്ലോക്ക് വരച്ചോളുക. അത് എളുപ്പമുള്ള മെത്തേഡാ അല്ലേ? 12, 6, 3, 9. ഇനി വേണേൽ 1, 2, 3, 4, 5 ഒക്കെ ഇട്ടോളൂ. അത് വേണമെങ്കിൽ ഇട്ടാൽ മതിയേ. ഇനി 8:15 ഓക്കെ ആണല്ലോ? 15 എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നുണ്ടാവും, പിന്നെ ദേ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഇടയിൽ എത്ര സംഖ്യകൾ ഉണ്ടെന്ന് അറിയാനാണ്. 3 കഴിയുമ്പോൾ 4, 5, 6, 7, 8. എത്ര സംഖ്യകൾ വന്നു? നമുക്ക് 5 സംഖ്യകൾ വന്നു. 5 എണ്ണം വന്നു. 5 × 30 ആദ്യം ചെയ്യുക. അതായത് ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 3-നും 4-നും ഇടയിലുള്ളത് 30 ഡിഗ്രിയാണ്. അപ്പം 5 × 30 ചെയ്തേ. പ്ലസ് ഈ രണ്ടാമത്തെ തന്നിരിക്കുന്ന ഈ മിനിറ്റിനെ പകുതി ചെയ്യുക. 15ൻ്റെ പകുതി എത്രയാ? 7.5. 5 × 30 പ്ലസ് 7.5. 5 × 30 എത്രയാ? 3, 15, 150 പ്ലസ് 7.5 എത്ര വരും? 157.5 എന്ന് വരും. ഓപ്ഷനിലുണ്ടോ? 157.5 ഡിഗ്രി. ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള മാത്സിൽ, അതായത് ക്ലോക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ എത്രയാണ്? 40 മുതൽ 53 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മറ്റൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുവരയ്ക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇതിന് മുമ്പത്തെ സെഷൻസ് കൂടെ ഒന്ന് കണ്ടിട്ട് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സെഷൻ കൂടെ നമുക്ക് അറ്റൻഡ് ചെയ്യാം. തീർച്ചയായും PY2s എന്ന് പറയുന്നത് ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണെന്ന് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.